നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കെ മുരളീധരനെ വടകരയിലെ സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുന്നത് സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന തരത്തിലുള്ള ചില പ്രവചനങ്ങൾ, വാഴ്ത്തുപാട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച കെ ശൈലജ, അതുമാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അവിടെ വടകരയിൽ കോൺഗ്രസിന് വിജയമുണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വളരെ CPM-ന് വളരെ പ്രാധാന്യമുള്ള, CPM-ന് വളരെ ആഴത്തിൽ വേരോട്ടമുള്ള മണ്ഡലമാണ് വടകര. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിച്ചാൽ ഇത്തവണ പ്രത്യേകിച്ച് വളരെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥി കൂടിയായതുകൊണ്ട് അവിടെ പരാജയപ്പെടുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞ മട്ടാണ് കെ മുരളീധരന്. ശൈലജ ടീച്ചറെ അത്ര പെട്ടെന്ന് അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കെ മുരളീധരന് വ്യക്തമായി അറിയാം. ഇനി അതിനുമപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. മുസ്ലിം ലീഗിന് അവിടെ ഈ കെ മുരളീധരൻ മത്സരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം ലീഗ് എതിർത്ത് നിൽക്കുകയാണ്. അവിടെ മുസ്ലിമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വേണമെന്ന അവരുടെ ആവശ്യം പരിഗണിക്കാനാണ് സാധ്യത എന്നതാണ് പിന്നീട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഇലക്ഷനിൽ മന്ത്രിപദം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ഷാഫി പറമ്പിലോ ടി സിദ്ദിഖോ ഒക്കെ അവിടെ മത്സരിക്കാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യം നോക്കിയാൽ MP എന്ന നിലയിൽ TN പ്രതാപൻ ഏറ്റവും മോശപ്പെട്ട ഒരു MP ആണെന്ന് നമുക്ക് എവർക്കും അറിയാം. TN പ്രതാപനെ കുറിച്ച് ആ നാട്ടിൽ അവിടുത്തെ ജനങ്ങൾ ഏവരും പറയുന്നത് ഒരിക്കൽ പോലും ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്ന് തന്നെയാണ്. ഒരു കാര്യങ്ങളും മണ്ഡലത്തിന് വേണ്ടി ചെയ്യാത്ത, മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളെന്ന് ഇപ്പോഴേ ഓൾറെഡി ഉറപ്പിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ വരവും സുനിൽകുമാറിന്റെ വരവോടുകൂടി ഏതാണ്ട് ഇലക്ഷന് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോഴേക്കും തോൽവി ഉറപ്പിച്ച മട്ടിലാകും പ്രതാപനെന്ന് അവിടെയുള്ളവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, പ്രതാപനെ ധീവരസഭ കൈവിട്ടു കഴിഞ്ഞു. പിന്നെയുള്ളത് അവിടെയുള്ള അനിൽ അക്കരയും ടീമുകളുമാണ്. അനിൽ അക്കര സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുന്നതും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കുന്നതും യഥാർത്ഥത്തിൽ പ്രതാപനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അനിൽ അക്കരയ്ക്ക് പ്രതാപനുമായി അടുപ്പമില്ലാത്ത ഒരാൾ തന്നെയാണ്. എങ്ങനെയോ തെരഞ്ഞെടുപ്പിന് ചുമതലയൊക്കെ കിട്ടി നാട്ടുകാരെ ബോധിപ്പിക്കാനായി പ്രതാപന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നല്ലാതെ അനിൽ അക്കര പാലം വലിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസുകാർക്കറിയാം. പിന്നെ കോൺഗ്രസിന് പിന്നിലുള്ള ഒരു പിടിവള്ളി ഇപ്പോൾ കെ മുരളീധരനെ സംരക്ഷിക്കാനുള്ള ഒരു പിടിവള്ളിയാണ്. ആ പിടിവള്ളി ഇപ്പോൾ പത്മജ BJP-യിലേക്ക് വന്നു എന്നുള്ളതാണ്. കരുണാകരന്റെ വികാരം മുതലെടുത്ത്, കരുണാകരൻ എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യരുടെ മണ്ഡലം എന്ന ആ വികാരം മുതലെടുത്തുകൊണ്ട്, അത്തരത്തിലൊരു വികാരം തൃശ്ശൂരിന്റെ സ്വന്തമാണ് കരുണാകരൻ എന്ന് പരുത്തി തീർത്തുകൊണ്ട് ആ വോട്ട് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനും എങ്ങനെയെങ്കിലും സീറ്റ് നിലനിർത്താനുമുള്ള ശ്രമത്തിലാണ് കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ. അല്ലാതെ കെ മുരളീധരൻ ധീരമായ തീരുമാനമെടുത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചതോ അല്ല. വടകരയിൽ നിന്ന് ശൈലജയെ പേടിച്ചോടിയതും മുസ്ലിം ലീഗ് പേടിപ്പിച്ച് ഓടിച്ചതുമാണ് കെ മുരളീധരനെ. അതുകൊണ്ട് കെ മുരളീധരന് രാഷ്ട്രീയ പരിവേഷം, സർജിക്കൽ സ്ട്രൈക്കും അതുപോലെ തന്നെ മറ്റു തരത്തിൽ വലിയ ഇമേജും ഒക്കെ നൽകി തൃശ്ശൂരേക്ക് അവരോധിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തോൽവി ഭയന്ന് വടകരയിൽ നിന്നോടിയ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ യഥാർത്ഥ സത്യം. അതിനുമപ്പുറം സർജിക്കൽ സ്ട്രൈക്കോ ഒന്നും തന്നെയല്ല. ഏതായാലും കെ മുരളീധരൻ ജയിക്കുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാവുകയാണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാം. 3 പേരും ശക്തരാകുമ്പോൾ എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ പലരും അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ജനകീയനായ, ജനങ്ങൾക്കേറെ ഇഷ്ടമുള്ള, ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന, ജനങ്ങളുടെ ആശയും പ്രതീക്ഷയുമായ ഒരു നേതാവാണ് സുരേഷ് ഗോപി. അതിനുമപ്പുറം കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുകൂടി കേൾക്കുമ്പോൾ തീർച്ചയായും സുരേഷ് ഗോപിക്ക് വിജയ സാധ്യതകൾ ഏറുകയാണ്. മാത്രമല്ല, ഇത്രയും കാലം സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായ വിവാദങ്ങൾ ഒരർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ഗുണമാവുകയാണ്. ഓരോ ഘട്ടത്തിലും സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാനായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സുരേഷ് ഗോപിക്ക് പ്ലസ് പോയിന്റ് ആയി മാറുകയാണ്. നിരന്തരമായ വേട്ടയാടലിന് വിധേയമാകുന്ന ചിലരോട് നമുക്കുണ്ടാകുന്ന ഒരു സഹതാപം, അത് സുരേഷ് ഗോപിക്ക് കിട്ടാനുള്ള സാധ്യതകൾ തൃശ്ശൂരിലേറെയാണ്.
കാരണം സുരേഷ് ഗോപി തന്റെ വിശ്വാസമനുസരിച്ച് മാതാവിന് സമർപ്പിച്ച ഒരു കിരീടം പോലും ചർച്ചാ വിഷയമാക്കുകയും തെരഞ്ഞെടുപ്പിൽ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസുകാരെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ജനയുഗം പത്രമാണ് ആദ്യം ഈ വാർത്ത നൽകിയതും. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസും CPM എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ത് സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരനെ വെച്ച് പുതിയൊരു പരീക്ഷണത്തിന് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാകുന്നത്. ഇപ്പോൾ സത്യത്തിൽ കെ മുരളീധരൻ രാഷ്ട്രീയ ബലിദാനിയാണെന്നേ പറയാൻ കഴിയൂ. വടകരയിലെ സീറ്റ് പോവുകയും ചെയ്യും. തൃശൂരിൽ കിട്ടുമോ എന്ന് ഉറപ്പുമില്ല.